ചിയുടെ വീട്ടിൽ നടക്കുന്നു വല്ലതും നീ അറിയുന്നുണ്ടോ? അവിടെ ഗിരി ഒരേ സമയം 2 ഭാര്യമാരെ താമസിപ്പിച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തനിക്ക് നാണമില്ലടോ? എന്റെ മോളും ഗിരിയും കൂടി എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാളം കെടുത്തി. ഇനിയിപ്പോ ഞാനെന്തിനാ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാണിക്കുന്നത്? തെറ്റ് ചെയ്ത് അവർക്ക് നാണമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഇതൊക്കെ താൻ എന്തിനാടോ എന്നോട് പറയുന്നേ? നിന്റെ ചേച്ചിയുടെ കഴിവുകേട് കാരനാണ് ഗിരി എന്റെ മകളെ കറക്കിയെടുത്തത്. അവള് മാധവന്റെ കാര്യം പറഞ്ഞ് അവനുമായി ഉടക്കിയിരിക്കല്ലേ. ഗിരി ഒരാണല്ലേ, അവരതിന്റെ ഗുണം കാണിച്ചു. നിർത്തണം. ഇനി ഒരു അക്ഷരം മിണ്ടിയ പ്രായത്തിന് മൂത്തതാണെന്നും ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നും ഒക്കെ ഞാനങ്ങ് മറക്കും. മോളെ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ചേച്ചിയുടെ പോക്ക് അപകടത്തിലേക്കാണ്. പണ്ട് ഗിരി എതിർത്തതിന് അവൻ നിന്റെ അച്ഛനെ കൊന്നു. ഞാനും അവനും കൂടിയാ മാധവന്റെ ബോഡി റോട്ടിൽ കൊണ്ടിട്ടത്. വൈകാതെ നിന്റെ ചേച്ചി സത്യമെല്ലാം മനസ്സിലാക്കി അവനെ എതിർക്കും. അപ്പോ അവൻ അവളെയും കൊന്ന് പ്രീതിയുടെ കൂടെ അവളുടെ ബോഡി റോട്ടിൽ കൊണ്ടിടും. ചരിത്രം ആവർത്തിക്കും. അച്ഛന്റെ അതേ ഗതി മകൾക്കും ഉണ്ടാവും. എന്റെ ചേച്ചിയെ കുറിച്ച് താൻ അനാവശ്യം പറയൂല്ലേ? തന്നെ ഞാൻ കൊല്ലും. മഹിമേ വീട്, മഹിമേ വീട്, വീട്, വീട്. ഇയാളെ ഞാൻ കൊല്ലാതെ വിടില്ല. വീടാണല്ലേ പറഞ്ഞത്? എടോ, ഇങ്ങനെ റോഡിൽ കിടന്ന് സ്ത്രീകളെ കുറിച്ച് മോശം പറഞ്ഞ് ഷോ കാണിക്കുന്നതേ ചെറ്റത്തരോ. താൻ ആണാണെങ്കിൽ ചെന്ന് ഗിരിയേട്ടനോട് ചോദിക്കേ. എല്ലാത്തിനും കാരണക്കാരൻ അങ്ങേരല്ലേ? ചേട്ടാ പ്ലീസ് ഒന്ന് പോവാൻ നോക്ക്. മഹിമേ നീ വേഗം പോവാൻ നോക്ക്.